വൺ TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ശോഭികയിൽ പൊന്നോണം. ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കിടിലൻ കളക്ഷനുകളും ഓഫറുകളുമായി ശോഭിക വെഡ്ഡിങ്സ് ഒരുങ്ങിക്കഴിഞ്ഞു. ശോഭിക വെഡ്ഡിങ്സ് കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് എടപ്പാൾ. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ്. ആര്യ കോളേജ്, ന്യൂ ബസ് സ്റ്റാൻഡ്, നിലമ്പൂർ. ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം. സുതാര്യം, വിശ്വസ്തം, ജനകീയം. UK ലോട്ടറീസ്. UK ലോട്ടറീസ്, ഹെഡ് ഓഫീസ് മഞ്ചേരി. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. ഫോൺ 9446337875. ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. ഫോൺ 04931248535 9447338503. എടക്കര പാലുണ്ടയിലെ ബ്രദേഴ്സ് TVS ഷോറൂം സന്ദർശിക്കൂ. നിങ്ങളുടെ ഇഷ്ടവാഹനം സ്വന്തമാക്കൂ. ഒപ്പം കൈ നിറയെ സമ്മാനങ്ങളും നേടൂ. ബ്രദേഴ്സ് TVS, പാലുണ്ട, എടക്കര. നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അത്തം പിറന്നു. ഇനി 10ാം നാൾ പൊന്നോണം. ഓണത്തിൻ്റെ ആഘോഷ ലഹരിയിലേക്ക് കടക്കുകയാണ് മലയാളികൾ. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നിലമ്പൂരിന്റെ വികസന കാര്യങ്ങളിൽ MLA നടത്തുന്നത് വില കുറഞ്ഞ അവകാശവാദങ്ങളെന്ന് LDF. ജില്ലാ ആശുപത്രി വികസനത്തിന് അള്ളുവെച്ചതുപോലെ ബൈപ്പാസിനും തുരങ്കം വയ്ക്കരുതെന്നും LDF മണ്ഡലം കമ്മിറ്റി നേതാക്കൾ ആരോപിച്ചു. നിലമ്പൂരിൽ വീണ്ടും ലഹരിമരുന്ന് വേട്ട. നിരോധിത രാസലഹരിയുമായി യുവാവ് പോലീസിന്റെ പിടിയിൽ. ഒരാഴ്ചക്കിടെ 3ാമത്തെ അറസ്റ്റ്. അത്തം പിറന്നു. 10ാം നാൾ മലയാളിക്ക് പൊന്നോണം. മലയാളികളുടെ മുറ്റത്ത് പൂക്കളം തീർക്കാൻ ഇത്തവണയും ആശ്രയം അന്യ സംസ്ഥാനങ്ങളിലെ പൂക്കൾ. നഗര ഗ്രാമപാതയോരങ്ങളിലെല്ലാം പൂക്കച്ചവടം സജീവം. വഴിയരികിലെ വിപണന കേന്ദ്രത്തിൽ വിൽപ്പനയ്ക്കൊരുക്കി വച്ചിരിക്കുന്നത് വിദ്യാർത്ഥികളുടെ കരവിരുതിൽ രൂപപ്പെടുത്തിയ ഉൽപ്പന്നങ്ങൾ. നിലമ്പൂർ ഗവൺമെന്റ് കോളേജ് വിദ്യാർത്ഥികൾ ഒരുക്കിയ ഓണം വിപണനമേളയാണ് വ്യത്യസ്തമായത്. വിശദമായ വാർത്തകളിലേക്കാണ്. നിലമ്പൂരിന്റെ വികസന കാര്യങ്ങളിൽ MLA നടത്തുന്നത് വില കുറഞ്ഞ അവകാശവാദങ്ങളെന്ന് LDF. സാധാരണക്കാരായ ജനവിഭാഗം ആശ്രയിക്കുന്ന ജില്ലാ ആശുപത്രി വികസനത്തിന് അള്ളുവെച്ചതുപോലെ ബൈപ്പാസിനും തുരങ്കം വയ്ക്കരുതെന്ന് LDF മണ്ഡലം കമ്മിറ്റി നേതാക്കൾ ആരോപിച്ചു. നിലമ്പൂരിൽ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്താണ് നേതാക്കൾ MLAക്കെതിരെ രംഗത്ത് വന്നത്. നിലമ്പൂരിൽ LDF സർക്കാർ ആരംഭിച്ച് തുടർ നടപടികൾ പുരോഗമിച്ചു വരുന്ന പദ്ധതികളെല്ലാം സ്വന്തം നേട്ടമായി ചിത്രീകരിക്കുവാനാണ് MLA ശ്രമിക്കുന്നത്. ബൈപ്പാസിന് ഫണ്ട് അനുവദിച്ചതും സാങ്കേതിക അനുമതി നൽകിയതും സംസ്ഥാന സർക്കാരാണ്. മുൻ MLA LDFന്റെ ഭാഗമായി നിന്നപ്പോഴാണ് നിലമ്പൂരിന്റെ പ്രധാന വികസനമായ ബൈപ്പാസിന് സർക്കാർ താൽപ്പര്യമെടുത്ത് തുടക്കം കുറിച്ചത്. ഇതിന്റെ ആദ്യഘട്ട പ്രവൃത്തികൾക്കായാണ് 35 കോടി രൂപയുടെ ഭരണാനുമതി ഇപ്പോൾ ലഭിച്ചത്. എന്നാൽ ഇതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാനാണ് അവകാശവാദങ്ങളുമായി MLA ഇപ്പോൾ രംഗത്ത് വരുന്നത്. ആ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് തടസ്സം നിന്നവരാരാണ്? അതിന് രേഖകൾ സഹിതം, തെളിവുകൾ സഹിതം പുറത്തു വരുന്ന ഇപ്പൊ ബൈപ്പാസിന്റെ ഒരു ഘട്ടം വരുന്നു. വലിയ അവകാശവാദം ഉന്നയിക്കും. ജില്ലാ ആശുപത്രി വികസനത്തിന് UP സ്കൂൾ സ്ഥലം വിട്ടുകിട്ടുന്നതിന് നഗരസഭയും മുൻ MLAയും നടത്തിയ ശ്രമങ്ങളെ അള്ളുവെച്ച് തകർക്കുന്ന സമീപനമാണ് കോൺഗ്രസ് അന്ന് സ്വീകരിച്ചത്. ഇപ്പോൾ പ്രവൃത്തി തുടങ്ങാനിരിക്കുന്ന ബൈപ്പാസിനും സമാനമായ രീതിയിൽ അള്ളുവെക്കരുതെന്ന് LDF കൺവീനർ E പത്മാക്ഷൻ ആരോപിച്ചു. ഈ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളെ ജില്ലാശുപത്രിക്ക് അള്ളുവെച്ചതുപോലെ അള്ളുവെക്കരുത് എന്ന അഭ്യർത്ഥനയാണ് ഞങ്ങൾ മുന്നോട്ട്. അത് ബൈപ്പാസ് ആയാലും കോളേജായാലും എല്ലാ നടപടിയും പൂർത്തീകരിച്ചിരിക്കുകയാണ് കോളേജിന്റെ. വിഗ്രഹം രൂപത എടുക്കുന്നതിന് മുമ്പ് തന്നെ അതിന്റെ പണം കൈമാറാനുള്ള എല്ലാ നടപടിയും പൂർത്തീകരിക്കും.
ബാക്കിയുള്ളത് സ്ഥലം ഏറ്റെടുത്തു കഴിഞ്ഞാൽ കെട്ടിടം ഉണ്ടാക്കലും ഒക്കെ നിമിഷവേഗം കൊണ്ട് നടക്കുന്നതല്ല. ഈ 6 മാസം കൊണ്ട് തീരുന്നതല്ല. അതിന് അതിൻ്റെതായ സമയം പിടിക്കും. എല്ലാ വികസന പ്രവർത്തനങ്ങളും അങ്ങനെയാണ്. നിലമ്പൂരിന്റെ വികസനത്തിൽ എപ്പോഴും തടസ്സം നിൽക്കുന്നത് കോൺഗ്രസ് ആണെന്ന് CPI ജില്ലാ കമ്മിറ്റി അംഗവും നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ PM ബഷീർ പറഞ്ഞു. എന്റെ നെഞ്ചിലൂടെ വണ്ടി ഓട്ടിയാലും ഈ ബൈപ്പാസിന് വീതി കൂട്ടൂല എന്ന് പ്രഖ്യാപിച്ച ഒരു മുൻ മന്ത്രി നിലമ്പൂരുണ്ടായിരുന്നല്ലോ. 24 കോൺഗ്രസ് ആയിരുന്നു. നിലമ്പൂർ ബൈപ്പാസിന്റെ കാര്യത്തിലായിരുന്നാലും നിലമ്പൂർ ടൗൺ വീതി കൂട്ടുന്ന കാര്യത്തിലായിരുന്നാലും ജില്ലാ ആശുപത്രി വികസനമായിരുന്നാലും ഇതിനൊക്കെ നേരത്തെ അവിടെ സൂചിച്ചതുപോലെ അള്ളു വെച്ചത് നിലമ്പൂരിലെ കോൺഗ്രസ് ആണെന്ന കാര്യത്തിൽ ആർക്കാണ് സംശയം? ഇപ്പോൾ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നവർ ഈ പദ്ധതികളെയെല്ലാം മുൻപ് തുരങ്കം വയ്ക്കുന്നതിന് വിയോജനക്കുറിപ്പുമായി വന്നവരാണ്. ആശുപത്രിക്ക് സ്ഥലം ഏറ്റെടുക്കുന്നതിലും ടൗൺ വീതി കൂട്ടി നവീകരിക്കുന്നതിലുമെല്ലാം എതിർത്തവർ ആരാണെന്നത് പകൽ പോലെ ജനത്തിന് വ്യക്തമാണെന്നും PM ബഷീർ പറഞ്ഞു. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ നഗരസഭയിൽ വോട്ട് കൂടിയെന്ന അവകാശവാദം ഉന്നയിക്കുന്നവർ മുൻ തെരഞ്ഞെടുപ്പുകളുടെ കണക്കുകൾ പരിശോധിക്കുന്നത് നന്നായിരിക്കുമെന്നും നഗരസഭയിൽ വീണ്ടും LDF തുടരുമെന്നും PM ബഷീർ പറഞ്ഞു. ഈ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എത്ര ലീഡുണ്ടായിരുന്നു രാഹുൽ ഗാന്ധിക്ക്? എല്ലാവരും കൈപ്പത്തിക്കാണല്ലോ വോട്ട് ചെയ്തത്. ആ കൈപ്പത്തിക്ക് വോട്ട് ചെയ്ത ആളുകൾ 2020 വന്നപ്പോൾ എത്ര ഭൂരിപക്ഷത്തിനാണ് LDFിനെ അധികാരത്തിലേക്ക്? നഗരസഭയിൽ ഒരു തർക്കവും വേണ്ട, 2 വർഷം വീണ്ടും അധികാരത്തിൽ വരും. വാർത്താ സമ്മേളനത്തിൽ E പത്മാക്ഷൻ, PM ബഷീർ എന്നിവർക്ക് പുറമെ M മോഹനൻ, പരുന്തൻ നൌഷാദ്, പറാട്ടി കുഞ്ഞാൻ, സ്കറിയ കിനാംതോപ്പിൽ എന്നിവർ പങ്കെടുത്തു. ഉപതെരഞ്ഞെടുപ്പിന് ശേഷം നിലമ്പൂരിൽ രാഷ്ട്രീയ വാദപ്രതിവാദങ്ങൾ വളരെ ശക്തമായി മാറുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ കൂടിയാണ് ഈയൊരു പോര് മുറുകുന്നത്. നിലമ്പൂർ ജില്ലാ ആശുപത്രിയെ ചൊല്ലിത്തുടങ്ങിയ ഒരു തർക്കമാണ് ഇപ്പോൾ ബൈപ്പാസ് വിഷയത്തിലും നിലമ്പൂരിലെ മറ്റ് വികസന പ്രവർത്തനങ്ങളിലെല്ലാം LDFും UDFും തമ്മിൽ ഇപ്പോൾ വാക്പോര് വളരെ രൂക്ഷമായി മാറുകയാണ്. നിലമ്പൂരിൽ വീണ്ടും ലഹരി മരുന്ന് വേട്ട. നിരോധിത രാസലഹരിയുമായി യുവാവ് പോലീസിന്റെ പിടിയിലായി. ഒരാഴ്ചക്കിടെ 3ാമത്തെ അറസ്റ്റാണ് നിലമ്പൂരിൽ രേഖപ്പെടുത്തിയത്. നിലമ്പൂർ മേഖലയിൽ വീണ്ടും പോലീസിന്റെ രാസലഹരി വേട്ട. വിൽപ്പനയ്ക്കായി കൈവശം വെച്ച മെത്താഫിറ്റാമിനുമായി യുവാവ് അറസ്റ്റിലായി. മണലൊടി ശാന്തിനഗർ സ്വദേശി കറുത്തേടത്ത് സാലിഹിനെയാണ് നിലമ്പൂർ പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് പിടികൂടിയത്. ഇയാളുടെ കൈവശത്തു നിന്നും 3 ഗ്രാം മെത്താഫിറ്റാമിനും പിടിച്ചെടുത്തു. വീട്ടിൽ മയക്കുമരുന്ന് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്ന് നിലമ്പൂർ DYSP ഷാജു K അബ്രഹാമിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് CI സുനിൽ പുളിക്കലിന്റെ നിർദ്ദേശപ്രകാരം SI TP മുസ്തഫയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. ഗ്രാമിന് 3500 രൂപ നിരക്കിലാണ് പ്രതി മെത്താഫിറ്റാമിൻ വിൽപ്പന നടത്തിയിരുന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 3 പേരെയാണ് നിലമ്പൂർ മേഖലയിൽ നിന്നും രാസലഹരിയുമായി പോലീസ് പിടികൂടുന്നത്. ഓണം പ്രമാണിച്ച് രാസലഹരി വിൽപ്പന കൂടുതലാകുവാനുള്ള സാധ്യത മുന്നിൽ കണ്ട് വരും ദിവസങ്ങളിലും പരിശോധന ശക്തമായി തുടരുമെന്ന് പോലീസ് അറിയിച്ചു. CPOമാരായ അജിത്ത്, അശ്വതിമായ, ഡാൻസ് ഓഫ് അംഗങ്ങളായ സുനിൽ മമ്പാട്, അഭിലാഷ് കൈപ്പിനി, ആഷിഫ് അലി, T നിബിൻ ദാസ്, ജിയോ ജേക്കബ് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. ചെറുതും വലുതുമായ ലഹരി വിൽപ്പനക്കാർ നിലമ്പൂർ മേഖലയിലും സജീവമാണ്. പ്രത്യേകിച്ച് യുവാക്കളെയൊക്കെ കേന്ദ്രീകരിച്ചാണ് ഇവരുടെ പ്രവർത്തനം. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വലിയ വരുമാനമുണ്ടാക്കാം എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ലഹരി വിൽപ്പനയിലേക്കടക്കം പലരും എത്തിച്ചേരുന്നത്. എന്നാൽ പല ആളുകളും ഇതൊന്നും അറിയാതെ ഇതിലേക്ക് ഉൾപ്പെട്ടു പോകുന്ന ആളുകളുമുണ്ട്. എന്തായാലും പോലീസ് വളരെ ശക്തമായ നിരീക്ഷണവും പരിശോധനയും ഒക്കെ ഇക്കാര്യത്തിൽ നടത്തുന്നുണ്ട്. ഇതെന്തായാലും സ്വാഗതാർഹമാണ്. വിവിധ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകൾ വരും ദിവസങ്ങളിലും ശക്തമായി തുടരുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. വഴിക്കടവ് കാരക്കോട് പുത്തരിപ്പാടത്ത് കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ചേലേക്കാടൻ സലീമിന്റെ കൃഷിയിടത്തിലിറങ്ങിയ ആന തെങ്ങ്, വാഴ തുടങ്ങിയ കാർഷിക വിളകളാണ് നശിപ്പിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലും പ്രദേശത്ത് കാട്ടാന വ്യാപകമായി കാർഷിക വിളകൾ നശിപ്പിച്ചിരുന്നു. ഉപ്പട ആനക്കല്ല് സെന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രത്തിലെ അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാൾ ആഘോഷത്തിന് കൊടിയിറങ്ങി. 3 ദിവസങ്ങളിലായി നടന്ന തിരുനാൾ ആഘോഷങ്ങളിൽ 100 കണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്.
തിരുനാൾ ആഘോഷങ്ങളുടെ സമാപന ദിവസമായ ഇന്ന് പൊന്തിഫിക്കൽ വിശുദ്ധ കുർബാനയിൽ ബത്തേരി രൂപതാധ്യക്ഷൻ മോസ്റ്റ് റവറൻഡ് ഡോക്ടർ ജോസഫ് മാർ തോമസ് മെത്രാപ്പൊലീത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വിശ്വാസികൾക്ക് തിരുനാൾ സന്ദേശവും നൽകി. വിശുദ്ധ അന്തോണീസിന്റെ തിരുശേഷിപ്പ് പൊതുവണക്കത്തിനായി പ്രതിഷ്ഠിക്കൽ കർമ്മവും ദിവ്യകാരുണ്യ ആരാധനയും നടന്നു. റവറൻഡ് ഫാദർ ജോൺസൺ പള്ളിപ്പടിഞ്ഞാറ്റേതിൽ, വെരി റവറൻഡ് ഫാദർ തോമസ് കല്ലൂർ, വന്യ കാരുവള്ളിൽ കോർ എപ്പിസ്കോപ്പ, റവറൻഡ് ഫാദർ ജോസഫ് കണ്ണംകുളം തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം വഹിച്ചു. മലബാർ മേഖലയിലെ വലിയൊരു വിശുദ്ധ കേന്ദ്രമാണ് ഉപ്പട സെൻറ് ആൻ്റണീസ് തീർത്ഥാടന കേന്ദ്രം. ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറിയതോടുകൂടി നിരവധി ആളുകളാണ് ഇവിടേക്ക് മറ്റ് പ്രദേശങ്ങളിൽ നിന്നൊക്കെ എത്തുന്നത്. അവിടുത്തെ ഏറ്റവും വലിയ ആഘോഷമാണ് തിരുനാൾ ആഘോഷം. അതിനാണ് കഴിഞ്ഞ 3 ദിവസങ്ങളിലായി വർണ്ണാഭമായി നടന്നത്. അതിന് ഇന്ന് കൊടിയിറങ്ങുകയുണ്ടായി. ഇടവേള. വൺ TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ശോഭികയിൽ പൊന്നോണം. ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കിടിലൻ കളക്ഷനുകളും ഓഫറുകളുമായി ശോഭിക വെഡ്ഡിങ്സ് ഒരുങ്ങിക്കഴിഞ്ഞു. ശോഭിക വെഡ്ഡിങ്സ് കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് എടപ്പാൾ. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപോയിൽ, മലപ്പുറം. ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ്. ആര്യ കോളേജ്, ന്യൂ ബസ് സ്റ്റാൻഡ്, നിലമ്പൂർ. ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം. സുതാര്യം, വിശ്വസ്തം, ജനകീയം. UK ലോട്ടറീസ്. UK ലോട്ടറീസ്, ഹെഡ് ഓഫീസ് മഞ്ചേരി. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. ഫോൺ 9446337875. ഷെറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷെറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. ഫോൺ 04931248535 9447338503. എടക്കര പാലുണ്ടയിലെ ബ്രദേഴ്സ് TVS ഷോറൂം സന്ദർശിക്കൂ. നിങ്ങളുടെ ഇഷ്ടവാഹനം സ്വന്തമാക്കൂ. ഒപ്പം കൈ നിറയെ സമ്മാനങ്ങളും നേടൂ. ബ്രദേഴ്സ് TVS, പാലുണ്ട, എടക്കര. വാർത്തകൾ തുടരുന്നു. 4ാമത് സ്റ്റേറ്റ് തൈക്കോണ്ടോ ട്രെയിനിംഗ് ക്യാമ്പ് നിലമ്പൂരിൽ സംഘടിപ്പിച്ചു. നിലമ്പൂർ MLA ആര്യടൻ ഷൗക്കത്ത് ഉദ്ഘാടനം ചെയ്തു. KSTA ഫാമിലി മെമ്പർ ജാഫർ മലബാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കേരള സ്റ്റേറ്റ് തൈക്കോണ്ടോ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ശ്രീധർ K അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സരസ്വതി ശ്രീധർ, അശ്വിൻ കൃഷ്ണ, വൈഷ്ണവ് KP, കേരള സ്റ്റേറ്റ് അസോസിയേഷൻ മെമ്പർ സതീഷ് കുമാർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ട്രെയിനിംഗ് ക്യാമ്പിൽ 120ഓളം കുട്ടികൾ പങ്കെടുക്കുകയും ചെയ്തു. അത്തം പിറന്നു, 10ാം നാൾ മലയാളിക്ക് പൊന്നോണം. ഓണത്തിൻ്റെ വരവറിയിച്ച് ഇനിയുള്ള ദിവസങ്ങളിൽ നാടെങ്ങും ഓണാഘോഷ പരിപാടികളുടെ ലഹരിയിലായിരിക്കും. മലയാളികളുടെ മുറ്റത്ത് പൂക്കളം തീർക്കാൻ ഇത്തവണയും ആശ്രയം അന്യ സംസ്ഥാനങ്ങളിലെ പൂക്കളാണ്. നാട്ടുപുഷ്പങ്ങൾ ഇല്ലാതായതോടെയാണ് ഏറെക്കാലമായി ഓണപ്പൂക്കളങ്ങൾ ഇക്കൂട്ടർ കൈയടക്കിയത്. നഗര ഗ്രാമപാതയോരങ്ങളിലെല്ലാം പൂക്കച്ചവടം പൊടിപൊടിക്കുകയാണ്. ഓണമെന്നു കേട്ടാൽ ആദ്യം ഓർമ്മയിലേക്ക് ഓടിയെത്തുക പൂക്കളങ്ങൾ തന്നെയാണ്. പൂവട്ടികളുമായി തൊടിയിൽ പൂക്കൾ തേടിയുള്ള യാത്രയും ചാണകം മെഴുകിയൊരുക്കിയ മുറ്റത്ത് ശേഖരിച്ച പൂക്കൾ കൊണ്ടുള്ള പൂക്കളമൊരുക്കലുമെല്ലാം ഗൃഹാതുരത്വം തുളുമ്പുന്ന ഓർമ്മകൾ മാത്രമായി ഇന്ന് മാറിയിരിക്കുകയാണ്. തൊടികളിൽ പൂക്കൾ ഇല്ലാതായതും ഉള്ളവ ശേഖരിക്കുവാൻ മലയാളികൾക്ക് സമയമില്ലാതായതോടെയുമാണ് റെഡിമെയ്ഡ് പൂക്കൾ വിപണി കീഴടക്കി തുടങ്ങിയത്. പ്രധാനമായും കർണാടകയിലെ ഗുണ്ടൽപേട്ടിലെ കൃഷിയിടങ്ങളിൽ വിളയുന്ന മല്ലികയും ജമന്തിയുമൊക്കെയാണ് ഇന്ന് പൂമുറ്റങ്ങളിൽ വ്യാപകമായി കണ്ടുവരുന്നത്. കേരളത്തിലെ ഓണനാളുകൾ മാത്രം ലക്ഷ്യമിട്ട് ഉൽപ്പാദനം നടത്തിയവയാണ് ഇന്ന് വിപണി കീഴടക്കുന്നത്. നഗര ഗ്രാമവീഥികളിലെല്ലാം ഇത്തവണ പൂക്കളുടെ കച്ചവടം ബഹുകേമമാണ്. വിവിധ നിറങ്ങളിലുള്ള മല്ലികയ്ക്ക് സാമാന്യം നല്ല വിലയുമുണ്ട്. ഉത്രാടം, തിരുവോണം ദിനങ്ങളിൽ പൂവിപണിക്ക് ഒന്നുകൂടി ഉണർവേകും. മേഖലയിലെ വിവിധയിടങ്ങളിലും കർഷകരും കൂട്ടായ്മകളും ഒരുക്കിയ പൂക്കൃഷിയും വിളവെടുപ്പിന് തയ്യാറായി വരികയാണ്. ഓണാഘോഷങ്ങൾ കൂടി സജീവമാകുന്നതോടെ
പൂക്കൾക്ക് ആവശ്യക്കാർ ഇനി ഏറെയാകും. പൂക്കച്ചവടത്തിനിറങ്ങുന്ന ചെറുകിട കച്ചവടക്കാർക്ക് ഓണം ഒരു മികച്ച സീസൺ തന്നെയാണ്. തിരക്കിലമർന്ന് ഒന്നിനും സമയമില്ലാതെ ഓടുന്ന മലയാളികൾ പൂക്കൾ കാശ് കൊടുത്തു വാങ്ങിയെങ്കിലും മുറ്റത്ത് പൂക്കളങ്ങൾ തീർക്കുന്നുണ്ട് എന്നതിലാണ് ഏക ആശ്വാസം. വഴിയരികിലെ വിപണന കേന്ദ്രത്തിൽ വിൽപ്പനയ്ക്ക് ഒരുക്കി വച്ചിരിക്കുന്നത് വിദ്യാർത്ഥികളുടെ കരവിരുതിൽ രൂപപ്പെടുത്തിയ ഉൽപ്പന്നങ്ങൾ. നിലമ്പൂർ ഗവൺമെൻറ് കോളേജിലെ വിദ്യാർത്ഥികൾ ഒരുക്കിയ ഓണം വിപണനമേളയാണ് വ്യത്യസ്തമായത്. പഠനത്തോടൊപ്പം വിദ്യാർത്ഥികളിലെ വിവിധ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുകയും അതുവഴി അവർക്ക് ഒരു വരുമാന മാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയും നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഭാഗമായാണ് നിലമ്പൂർ ഗവൺമെൻറ് കോളേജിലെ വിദ്യാർത്ഥികൾ വഴിയോരത്ത് ഓണ വിപണനമേള സംഘടിപ്പിച്ചത്. വിദ്യാർത്ഥികൾ തന്നെ നിർമ്മിച്ചെടുത്ത വസ്ത്രങ്ങൾ, ഫാൻസി ആഭരണങ്ങൾ, ടോയ്സുകൾ തുടങ്ങിയവയെല്ലാമാണ് വിൽപ്പനയ്ക്കായി തയ്യാറാക്കിയത്. പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് നടത്തുന്നതാണ്. അപ്പോൾ കുട്ടികൾ അവർ തന്നെ ഉണ്ടാക്കുന്നത്, നമ്മുടെ മെറ്റീരിയലിൻ്റെ കോസ്റ്റും ഉണ്ടാവും, അതേപോലെ തന്നെ കുട്ടികളുടെ സർവീസ് കോസ്റ്റും ഉണ്ടാവും. ആ രണ്ടും മാത്രമാണ് ഇതിൽ വെക്കുന്നത്. വേറെ എക്സ്ട്രാ കോസ്റ്റൊന്നുമില്ല. കുട്ടികൾക്ക് പഠനത്തിലൂടെ ഒരു ഏണിംഗ് ഉണ്ടാക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ്. അപ്പോൾ ഇതിലൂടെ പഠനത്തിലൂടെ കുട്ടികളുടെ ഒരു വരുമാന മാർഗവും സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. ഇവിടെ ഇപ്പോൾ ഈ തുണി മെറ്റീരിയൽസ് ഉണ്ട്, കോട്ടൺ മെറ്റീരിയൽസ്, അതേപോലെ തന്നെ ഓർണമെൻറ്റ്സ് ഐറ്റംസും, പിന്നെ ടെഡി ബെയർ, ഇതൊക്കെ കുട്ടികൾ മേഡ് ചെയ്തതാണ്. അതിൻ്റെ റോ മെറ്റീരിയൽ വാങ്ങിക്കും, ഹാൻഡ് മെയ്ഡാണ്. പ്രത്യേക പരിശീലനം നേടിയ 40ഓളം പേർ വിവിധ സമയങ്ങളിൽ നിർമ്മിച്ചെടുത്തവയാണ് ഇവയൊക്കെയും. വിദ്യാർത്ഥികളുടെ കഴിവുകളെ പരിപോഷിപ്പിക്കുന്നതിനായി 10 ലക്ഷം രൂപയാണ് കഴിഞ്ഞ വർഷം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കോളേജിന് അനുവദിച്ചിരുന്നത്. നിലമ്പൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ ഓണവിപണനമേള ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഡോക്ടർ എസ് സഞ്ജയ് കുമാർ ആദ്യ വിൽപ്പന നിർവഹിച്ചു. നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്കറിയ കിനാംതോപ്പിൽ, പദ്ധതിയുടെ കോർഡിനേറ്റർമാരായ രാകേഷ് സി, ജോസ്, സമീറ MP, മഞ്ജു VS തുടങ്ങിയവർ പങ്കെടുത്തു. വളരെ വ്യത്യസ്തമായൊരു കാഴ്ചയാണ്. കാരണം വിദ്യാർത്ഥികൾ പഠനത്തോടൊപ്പം തന്നെ അവർക്ക് ഇത്തരത്തിലുള്ള പരിശീലനങ്ങൾ നൽകി പഠനത്തിന് ശേഷം ഒരു തൊഴിലധിഷ്ഠിതമായ ഒരു രീതിയിലേക്ക് കൂടി കുട്ടികളെ വളർത്തിയെടുക്കുക എന്നതാണ് ഇത്തരം പദ്ധതികളെ കൊണ്ട് ലക്ഷ്യമിടുന്നത്. എന്തായാലും ഇത്തരം ഉൽപ്പന്നങ്ങളൊക്കെ നമുക്ക് ഓൺലൈനിലടക്കം വാങ്ങാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇവയൊക്കെ വാങ്ങി ഈ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക. ഓണമാണ് വരുന്നത്. ഓണക്കാലത്ത് വൈവിധ്യമാർന്ന പരിപാടികൾ 1TV പ്രേക്ഷകർക്കായി ഒരുക്കുന്നുണ്ട്. 1TV ഒരുക്കുന്ന ഓണം ധമാക്ക 2025 എന്ന പ്രോഗ്രാം. ആ പ്രോഗ്രാമിൽ ഡാൻസ്, പാട്ട്, വിവിധ നാടൻ പാട്ടുകളടക്കമുള്ള പരിപാടികൾ എന്നിവ അവതരിപ്പിക്കാൻ പ്രേക്ഷകർക്ക് അവസരമുണ്ട്. ഒപ്പം തിരുവാതിര കളിക്കുന്ന ടീമുകൾ, കൈകൊട്ടിക്കളി നടത്തുന്ന ടീമുകൾ, ഇവർക്കൊക്കെ ഈ ഒരു പരിപാടിയിൽ നിങ്ങളുടെ കലാവിരുതുകൾ പ്രേക്ഷകർക്ക് മുൻപിലേക്ക് അവതരിപ്പിക്കാം. നിങ്ങൾ അവതരിപ്പിക്കുന്ന പരിപാടികൾ ഓണനാളിൽ 1TV ചാനലിൽ സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ടീമുകളുണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 977465465491. അപ്പോൾ ഈ പരിപാടിയിൽ നിങ്ങൾക്ക് അറിയുന്നവരോ അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള മറ്റാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പങ്കെടുക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിലമ്പൂരിന്റെ വികസന കാര്യങ്ങളിൽ MLA നടത്തുന്നത് വില കുറഞ്ഞ അവകാശവാദങ്ങളെന്ന് LDF. ജില്ലാ ആശുപത്രി വികസനത്തിന് അള്ളുവെച്ചതുപോലെ ബൈപ്പാസിനും തുരങ്കം വയ്ക്കരുതെന്നും LDF മണ്ഡലം കമ്മിറ്റി നേതാക്കൾ ആരോപിച്ചു. നിലമ്പൂരിൽ വീണ്ടും ലഹരിമരുന്ന് വേട്ട. നിരോധിത രാസലഹരിയുമായി യുവാവ് പോലീസിന്റെ പിടിയിൽ. ഒരാഴ്ചക്കിടെ 3ാമത്തെ അറസ്റ്റ്. അത്തം പിറന്നു. 10ാം നാൾ മലയാളിക്ക് പൊന്നോണം. മലയാളികളുടെ മുറ്റത്ത് പൂക്കളം തീർക്കാൻ ഇത്തവണയും ആശ്രയം അന്യ സംസ്ഥാനങ്ങളിലെ പൂക്കൾ. നഗര ഗ്രാമപാതയോരങ്ങളിലെല്ലാം പൂക്കച്ചവടം സജീവം. വഴിയരികിലെ വിപണന കേന്ദ്രത്തിൽ വിൽപ്പനയ്ക്കൊരുക്കി വച്ചിരിക്കുന്നത് വിദ്യാർത്ഥികളുടെ കരവിരുതിൽ രൂപപ്പെടുത്തിയ ഉൽപ്പന്നങ്ങൾ. നിലമ്പൂർ ഗവൺമെന്റ് കോളേജ് വിദ്യാർത്ഥികൾ ഒരുക്കിയ ഓണം വിപണനമേളയാണ് വ്യത്യസ്തമായത്.
ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം. വൺ TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ശോഭികയിൽ പൊന്നോണം. ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കിടിലൻ കളക്ഷനുകളും ഓഫറുകളുമായി ശോഭിക വെഡ്ഡിങ്സ് ഒരുങ്ങിക്കഴിഞ്ഞു. ശോഭിക വെഡ്ഡിങ്സ് കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് എടപ്പാൾ. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ്. ആര്യ കോളേജ്, ന്യൂ ബസ് സ്റ്റാൻഡ്, നിലമ്പൂർ. ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം. സുതാര്യം, വിശ്വസ്തം, ജനകീയം. UK ലോട്ടറീസ്. UK ലോട്ടറീസ്, ഹെഡ് ഓഫീസ് മഞ്ചേരി. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. ഫോൺ 9446337875. ഷെറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷെറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. ഫോൺ 04931248535 9447338503. എടക്കര പാലുണ്ടയിലെ ബ്രദേഴ്സ് TVS ഷോറൂം സന്ദർശിക്കൂ. നിങ്ങളുടെ ഇഷ്ടവാഹനം സ്വന്തമാക്കൂ. ഒപ്പം കൈ നിറയെ സമ്മാനങ്ങളും നേടൂ. ബ്രദേഴ്സ് TVS, പാലുണ്ട, എടക്കര.